ഒന്നോ രണ്ടോ ദിവസം ജലദോഷമോ ചെറിയ ചുമ അല്ലെങ്കിൽ പനിയായിട്ടൊക്കെ ഇരിക്കുന്ന കുട്ടി ഒരു ദിവസം കിടന്നുറങ്ങിയിട്ട് 1-2 മണിക്കൂറിന് ശേഷം രാത്രി 12 മണി 1 മണി അല്ലെങ്കിൽ വെളുപ്പിനെ അതികഠിനമായ വേദനയുമായിട്ട് എഴുന്നേറ്റിരുന്ന് കരയുക, ചിലപ്പം പേടിച്ചിട്ട് കുട്ടികളെയും കൊണ്ട് രാത്രി തന്നെ ഹോസ്പിറ്റലിൽ വരിക, അങ്ങനെയൊക്കെ വരേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. എന്നിട്ട് എമർജൻസിയിൽ നിന്ന് എന്തെങ്കിലും വേദനയുടെ മരുന്നും ഇതൊക്കെ കഴിച്ചിട്ട് അടുത്ത ദിവസം ENT OPയിലായിട്ടാണ് ഇവരെ കാണുന്നത്. അപ്പോൾ ഇവർക്ക് ഒരുപാട് ചിലർക്ക് നല്ല പേടിയും ഇതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സും ഉണ്ട്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണമെന്ന് പറയുന്നത് അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും. പെട്ടെന്ന് അതികഠിനമായ ചെവി വേദന വരിക. അത് യൂഷ്വലി 1-2 ദിവസം ജലദോഷമോ ചെറിയ പനിയോ ഒക്കെ ഉള്ള കുട്ടികൾക്കായിരിക്കും ഇത് വരുന്നത്. അതിൻ്റെ ഒരു ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. യൂഷ്വലി സാധാരണ നമ്മൾ കാണുന്നത് ഉറങ്ങി ഏതാനും മണിക്കൂർ 2-3 മണിക്കൂറുകളൊക്കെ കഴിഞ്ഞിട്ടാണ് കടുത്ത വേദനയുമായിട്ട് കുട്ടി എഴുന്നേറ്റ് കരയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളിൽ ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമുക്ക് അവിടെ തന്നെ ചിലർ ചെവിയിൽ എന്തെങ്കിലും ഡ്രോപ്സ് ഒക്കെ വീട്ടിലുള്ള നേരത്തെ വാങ്ങിച്ചോ എന്തെങ്കിലും ഇയർ ഡ്രോപ്സ് അത് കൊണ്ട് വലിയ കാര്യമില്ല. ഇതിന് ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ ആ കുഞ്ഞിൻ്റെ ഏജ് അല്ലെങ്കിൽ പ്രായവും അല്ലെങ്കിൽ വെയിറ്റും അനുസരിച്ച് പാരസെറ്റമോൾ സിറപ്പ് ഉണ്ടാവും. മിക്കവാറും ആൾക്കാരുടെ കുട്ടികളുടെ അമ്മമാരുടെ അല്ലെങ്കിൽ വീട്ടിൽ അതുണ്ടാവും. അല്ലെങ്കിൽ പാരസെറ്റമോളിൻ്റെ ഹാഫ് ടാബ്ലറ്റോ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് വേദനയിലൊരു വ്യത്യാസം വരും. അതിനുശേഷം അടുത്ത ദിവസം ENTയിലോ കുട്ടികളുടെ പീഡിയാട്രിക്കിലോ OPയിൽ വന്ന് കാണിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇതുകൂടാതെ സംശയം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനിയും വരാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കണ്ട ആ ഒരു കോഴ്സ് മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ 5-6 ദിവസത്തെ മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ജലദോഷമൊക്കെ വന്നിട്ട് വീണ്ടും വന്നെങ്കിലേ ഉള്ളൂ. സാധാരണഗതിയിൽ അങ്ങനെ വരേണ്ട കാര്യമില്ല. അഥവാ 2-3 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് പറഞ്ഞിട്ട് ENT ഡോക്ടറിനെ കാണിക്കണം. അതായത് അഡിനോയിഡ്സ് ഒരു സാധ്യതയാണ്. അതായത് മൂക്കിൻ്റെ ബാക്കിൽ ഉള്ള അഡിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ചത അല്ലെങ്കിൽ ദശ അതിൻ്റെ ഒരു കാരണമാകാം, അല്ലെങ്കിൽ അലർജി അതിൻ്റെ ഒരു കാരണമാകാം. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ചെവിയും മൂക്കും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുണ്ട്, യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞിട്ട്. അത് വഴി ഈ ഇൻഫെക്ഷൻ മൂക്കിലോ തൊണ്ടയിലോ ഉള്ളത് ചെവിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സംശയം വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് കാരണം കുഞ്ഞിന് കേൾവിക്കുറവോ വല്ലതും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഇൻഫെക്ഷൻ വന്ന് അത് മാറിക്കഴിഞ്ഞാൽ ഒരു വിതിൻ 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് കേൾവി ഏകദേശം നോർമലായിട്ട് വരുന്നതായിട്ടാണ്. അതായത് കേൾവിക്കുറവൊന്നും ഇത് കാരണം ഉണ്ടാകാനുള്ള ചാൻസസ് ഇല്ല.